നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിലുള്ള പോരാട്ടം, അത് ഒരു വെർച്വൽ നോക്കൗട്ട് ക്വാർട്ടർ ഫൈനൽ പോരാട്ടം പോലെയുള്ളതായിരുന്നല്ലോ. ഹൈ പ്രഷർ മാച്ചാണ്. ആ കളിയിൽ ഇന്ത്യ ഇന്നലെ വെസ്റ്റ് ഇൻഡീസിനെ 5 വിക്കറ്റിന് പരാജയപ്പെടുത്തി. മലയാളി താരം സഞ്ജു സാംസണിൻ്റെ കിടിലൻ ഇന്നിങ്സ്, 50 പന്തിൽ നിന്ന് 97 നോട്ട് ഔട്ട്. അദ്ദേഹം പ്ലെയർ ഓഫ് ദി മാച്ചായ മത്സരം ടീം ഇന്ത്യ വിജയിച്ച് കയറി ഇതാ സെമി ഫൈനലിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ മത്സരത്തിൻ്റെ ഒരു കോംപ്രഹെൻസീവ് റിവ്യൂവിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓരോ കളികൾ കഴിഞ്ഞാലും ഇന്ത്യയുടെ മത്സരങ്ങൾ കഴിയുമ്പോൾ നമ്മൾ സമഗ്ര വിശകലനങ്ങൾ നടത്താറുണ്ട്. അതിനായിട്ട് നമ്മൾ ബേസായിട്ട് ഉപയോഗിക്കുന്നത് പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകൾ, ESPN, ക്രിക്കറ്റ് ഫോർ, ക്രിക്ക് ബസ്, അങ്ങനെയൊക്കെയുള്ള പ്രമുഖ പോർട്ടലുകളുടെ നിരീക്ഷണങ്ങളും പിന്നെ പ്രമുഖ ക്രിക്കറ്റ് എക്സ്പേർട്ടുകൾ പറഞ്ഞ കാര്യങ്ങളും നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ മിക്സ് ചെയ്താണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും, അത് കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. ആരോഗ്യകരമായ ക്രിക്കറ്റ് ചർച്ചകളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ കളിയിലേക്ക് വരുമ്പോൾ ടോസ് ലഭിച്ച ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. അത് ഒരു കൃത്യമായ തീരുമാനമായിരുന്നു. കാരണം ഡ്യൂ ഉണ്ടാകും, ബാറ്റിംഗ് ഒന്നുകൂടി എളുപ്പമാവും രണ്ടാം ഘട്ടത്തിൽ, രണ്ടാം ഇന്നിങ്സിൽ എന്നുള്ള നല്ല ധാരണ ഇന്ത്യൻ ക്യാമ്പിനുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഗൗതം ഗംഭീർ, നമുക്കറിയാമല്ലോ, KKRൻ്റെ മെൻറ്ററൊക്കെ ആയിട്ട് ഈഡൻ ഗാർഡൻസിന് നന്നായിട്ട് അറിയാവുന്ന ഗൗതം ഗംഭീറാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഗുണകരമായി മാറി. ടോസ് ലഭിച്ച് ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. വെസ്റ്റ് ഇൻഡീസ് നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റിന് 195 റൺസാണ് അടിച്ചത്. ഒരു മോശമല്ലാത്ത സ്കോറാണ്. പക്ഷേ ഒരു ആ പിച്ചിൻ്റെ സ്വഭാവമൊക്കെ വെച്ച് ആ ഗ്രൗണ്ടിൽ ഡ്യൂവിൻ്റെ കാര്യം കൂടി വെക്കുമ്പോൾ അതൊരു ഗെയിം വിന്നിങ് സ്കോറാണോ എന്ന് പറയാൻ പറ്റില്ല. അതാണ് കളി കഴിഞ്ഞിട്ട് അവരുടെ ക്യാപ്റ്റൻ ഹോപ്പ് കൃത്യമായിട്ട് പറഞ്ഞത്. ഞങ്ങളൊരു 15-20 റൺസെങ്കിലും കുറഞ്ഞു പോയി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കുറയാനുള്ളൊരു പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെയൊക്കെ ഓപ്പണിങ്ങിലെ പ്രകടനം തന്നെയായിരുന്നു. 33 പന്തിൽ നിന്ന് 32 റൺസ് അദ്ദേഹം അടിച്ചു. ഏതായാലും അവർ 4 വിക്കറ്റ് 195, ചെയ്സ് 40 റൺസ്, ഹോൾഡർ 37 റൺസ്. ഇന്ത്യക്ക് വേണ്ടി ബൂംറ 36 റൺസിന് 2 വിക്കറ്റുകൾ വീഴ്ത്തുകയും ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ സഞ്ജു ഷോ ആയിരുന്നു, 97 നോട്ട് ഔട്ട്. തിലക് 27 റൺസ് അടിച്ചു, ഹോൾഡർ 38 റൺസിന് 2 വിക്കറ്റ് എടുത്തു. സോ സഞ്ജു സാംസൺ ഇന്ത്യയുടെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ ആയിരുന്നു ഈ ടീം പ്രഖ്യാപിക്കുമ്പോൾ. പക്ഷേ വേൾഡ് കപ്പ് ടീം പ്രഖ്യാപിക്കുമ്പോൾ പക്ഷേ ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പര കഴിഞ്ഞപ്പോൾ അദ്ദേഹമല്ല ഫസ്റ്റ് ചോയ്സ് ഓപ്പണർ എന്നുള്ള രൂപത്തിലേക്ക് മാറി. ഇഷാൻ കിഷനായിരുന്നു. എന്നാൽ പിന്നീട് ഇന്ത്യൻ ടീമിൻ്റെ ബാറ്റിങ്ങിലെ സ്ട്രഗിളിംഗ് ഒക്കെ വന്നപ്പോൾ കാര്യങ്ങൾ മാറി മറിഞ്ഞു. പ്ലാൻ ബി ആയിട്ട് ഉപയോഗിച്ചിരുന്ന സഞ്ജുവിനെ ഫസ്റ്റ് ചോയ്സ് ഓപ്പണറാക്കി തന്നെ ഇറക്കി. സഞ്ജു മറുഭാഗത്ത് വിക്കറ്റുകൾ വീഴുമ്പോൾ വളരെ കാമായിട്ട് ക്രീസിൽ നിന്ന് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന അത്യപൂർവമായ അതിമനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. നോക്കുക, ഇപ്പം 195 റൺസ് വെസ്റ്റ് ഇൻഡീസ് എടുത്തത്. ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ശരിക്കും പറഞ്ഞാൽ ഗുഡ് ഡിഫെൻസീവ് ബൗളിംഗ് ആണ് ഉണ്ടായിരുന്നത്. ഇതൊരു വെർച്വൽ ക്വാർട്ടർ ഫൈനലാണ്. സോ 195 റൺസ് അത് ചേസ് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രഷർ എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഈ 195 റൺസിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ ബൗളേഴ്സ്, വെസ്റ്റ് ഇന്ത്യൻ ബൗളേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമായിരുന്നില്ല. ഇന്ത്യൻ ബൗളിങ്ങിനെ പോലെ മിസ്റ്ററി ബൗളേഴ്സ് ഇല്ല. അതുപോലെ തന്നെ എക്സ്ട്രീം പേസ് ആയിട്ട് എറിയുന്ന ബൗളർമാരില്ല. അപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അവർക്ക് അനുകൂലമാകണമെങ്കിൽ ആസ്കിംഗ് റേറ്റിൻ്റെ പ്രഷർ ഉണ്ടാക്കണം. ഇന്ത്യൻ ബാറ്റർമാരിൽ നിന്ന് എററുകൾ വരണം. അങ്ങനെ എററുകൾ വന്നു അഭിഷേക് ശർമ്മക്കും ഇഷാൻ കിഷനുമൊക്കെ. പക്ഷേ സഞ്ജു സാംസൺ വളരെ മികച്ച രൂപത്തിലൊരു ഭാഗത്ത് നിന്ന് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിടത്താണ് ഈ വിജയം വരുന്നത്. അദ്ദേഹത്തിൻ്റെ 26 പന്തിൽ നിന്നുള്ള അർദ്ധ സെഞ്ചുറി കുറിക്കുന്നു. കഴിഞ്ഞ 13 ഇന്നിങ്സുകളിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അർദ്ധ സെഞ്ചുറിയാണ് എന്ന കാര്യം കൂടി നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് സഞ്ജു സാംസൺ IPLലാണെങ്കിലും T20യിലാണെങ്കിലും അൺബീറ്റൺ ആയിട്ട് ഒരു സക്സസ്ഫുൾ റൺ ചേസിൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് അൺബീറ്റൺ ആയിട്ട് സക്സസ്ഫുള്ളി ചേസ് ചെയ്യുക. അത് ആദ്യമായിട്ടാണ് സഞ്ജുവിൻ്റെ കരിയർ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മുട്ടുകുത്തി നിന്ന് ആ ഒരു ആകാശത്തേക്കൊക്കെ നോക്കി ദൈവത്തിന് നന്ദി പറയുന്ന ഒരു രംഗമുണ്ട്. അതൊരു വല്ലാത്ത ഫീലിംഗ് നൽകുന്ന ഒന്നാണ്. ഏതായാലും വെസ്റ്റ് ഇൻഡീസിൻ്റെ ഇന്നിങ്സ് മുതൽ നമുക്ക് വിശദമായിട്ട് എടുത്ത് നോക്കാം. ഹോപ്പും റോസ്റ്റൻ ചേസും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട്. റോസ്റ്റൻ ചേസിനെ അവർ ഓപ്പണിങ്ങിന് ഇറക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർനാഷണൽ കരിയറിൽ ആദ്യമായിട്ടാണ് അദ്ദേഹം ഓപ്പൺ ചെയ്യാൻ ഇറങ്ങുന്നത് എന്ന കാര്യം ഓർക്കുക.
അപ്പോൾ ഇന്ത്യക്കെതിരെ ഒരു ലെഫ്റ്റ് ഒരു ഓഫ് സ്പിന്നറെ അവർക്ക് കിട്ടുന്നു. ഇന്ത്യയുടെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റേഴ്സിന് പണി കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു ഉദ്ദേശത്തിലേക്ക് അവർ പോകുന്നത്. ചേസ് പക്ഷേ വളരെ മികച്ച രൂപത്തിൽ ബാറ്റ് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. മനോഹരമായിട്ട് ഇപ്പം ലെങ്ത്തിലൊക്കെ എറർ വരുത്തുമ്പോൾ ഹർഷ്ദീപ് സിംഗിനെതിരെ അദ്ദേഹം മികച്ച രൂപത്തിൽ കളിക്കുന്നു. ബൂമ്രയ്ക്കെതിരെ സ്കൂപ്പ് ചെയ്യുന്നു. അക്സർ പട്ടേലിനെതിരെ സ്വീപ്പ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ഹോപ്പിനെ ഒരു ഭാഗത്ത് നിർത്തി മറുഭാഗത്ത് പൊളിച്ചെടുക്കുകയായിരുന്നു റോസ്റ്റൻ ചേസ്. എന്നാൽ ഇന്ത്യ കൃത്യമായിട്ട് അക്സറിനെ കൊണ്ട് അപ്പോൾ പന്തെറിയിച്ചു എന്ന് പറഞ്ഞാൽ ബൂമ്ര, വരുൺ എന്നിവരെ ബിഗ്ഗർ ഹിറ്റേഴ്സിന് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് അക്സറിനെ കൊണ്ട് വളരെ സ്മാർട്ട്ലി ആ ഘട്ടത്തിൽ പന്തെറിഞ്ഞ് പോകാനാണ് ഇന്ത്യ ശ്രമിച്ചത്. എന്തായാലും ഹോപ്പ് 13 പന്തിൽ നിന്ന് 15 റൺസാണ് അക്സറിൻ്റെ ഓവറിൽ നിന്ന് ആകെ അടിച്ചത്. അദ്ദേഹം 33 പന്തുകളിൽ നിന്നെന്ന് പറഞ്ഞല്ലോ, 33 പന്തുകളിൽ നിന്നിട്ട് അടിച്ചത് 32 റൺസാണ്. ആകെ 10 ബൗണ്ടറി ഹിറ്റിംഗ് അറ്റംപ്റ്റാണ് അദ്ദേഹം നടത്തിയത്. അതിൽ 3 ഫോറുകളും 1 സിക്സറുമാണ് ഹോപ്പിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന കാര്യം കൂടി നോക്കുക. ദെൻ മികച്ച രൂപത്തിൽ തന്നെ വരുൺ ചക്രവർത്തി പന്തെറിഞ്ഞു, ഹോപ്പിനെ മടക്കി വിട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം 68-1 9ാമത്തെ ഓവറായി കഴിഞ്ഞിരുന്നു. ആ സ്കോർ മതിയായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഹെറ്റ്മെയർ വരുന്നു. ഹെറ്റ്മെയർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വെസ്റ്റ് ഇൻഡീസ് പ്രതീക്ഷിക്കുന്നത് മികച്ച ഒരു മുന്നോട്ട് പോക്കാണ്. ഇന്ത്യ നേരെ ബൂമ്രയ്ക്ക് പന്ത് കൊടുക്കുകയല്ല ചെയ്തത്. ബൂമ്ര ഹെറ്റ്മെയർ പലപ്പോഴും ആ ഒരു മാച്ചപ്പ് നമ്മൾ കളിക്ക് മുമ്പ് തന്നെ എടുത്തു പറഞ്ഞിരുന്നു, ഹെറ്റ്മെയറിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ ഇന്ത്യ ഡിഫെൻസീവ് ബൗളിംഗ് ഓപ്ഷനാണ് എടുത്തത്. ഹാർദിക് പാണ്ഡ്യക്ക് വീണ്ടും ഒരു ഓവർ കൂടി കൊടുക്കുന്നു. ഹെറ്റ്മെയർ കൃത്യമായിട്ട് ആഞ്ഞടിക്കാൻ തന്നെ ശ്രമിച്ചുകൊണ്ടാണ് ക്രീസിൽ നിന്നത്. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് സിക്സറുകൾ പിറക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു സിംഗിൾ വേൾഡ് കപ്പിൽ ഏറ്റവും അധികം സിക്സർ അടിച്ച താരമെന്ന റെക്കോർഡ് ഷൈബ്സാദ ഫർഹാൻ്റെ 19 സിക്സർ മറികടന്ന് ഇപ്പോൾ ഹെറ്റ്മെയർ സ്വന്തമാക്കുന്നു. ഏതായാലും അതിനുശേഷം ഹെറ്റ്മെയർ ബൂമ്ര വന്നപ്പോൾ പുറത്താകുന്ന കാഴ്ചയാണ്. ബൂമ്രയുടെ പന്തിൽ സഞ്ജു സാംസൺ പിടിച്ചു പോകുമ്പോൾ 12 പന്തിൽ നിന്ന് 1 ഫോറും 2 സിക്സറും അടക്കം 27 റൺസാണ് അദ്ദേഹം അടിച്ചിരുന്നത്. പിന്നാലെ റോസ്റ്റൻ ചേസും മടങ്ങിപ്പോയി. അപ്പോൾ 12 ഓവർ കഴിയുമ്പോൾ 103-2 എന്ന നിലയിലാണ്. റോസ്റ്റൻ ചേസ് നന്നായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്, അത് എടുത്തു പറയേണ്ട കാര്യമാണ്. 25 പന്തിൽ നിന്ന് 5 ഫോറും 1 സിക്സും അടക്കം 40 റൺസാണ് ആദ്യം എടുത്തത്. ജസ്പ്രീത് ബൂമ്രയാണ് ആ വിക്കറ്റും എടുത്തത്. ചുരുക്കി പറഞ്ഞാൽ ബൂമ്രയുടെ ആ ഓവർ ഉണ്ടല്ലോ, അതായത് ആ 12ാമത്തെ ഓവർ, ഡബിൾ വിക്കറ്റ് ഓവർ, അത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ഒരു വലിയ സ്കോറിലേക്ക് പോകാനുള്ള കുതിപ്പിനെ ഒരല്പം തടഞ്ഞിട്ടു എന്ന് തന്നെ പറയേണ്ടി വരും. റുദർഫോർഡ് 14 റൺസുമായിട്ട് മടങ്ങിപ്പോയി. പക്ഷേ ഹോൾഡറും പവലും ചേർന്നുകൊണ്ട് വിൻഡീസിന് ഒരു ഫിനിഷിംഗ് കിക്ക് കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. വെസ്റ്റ് ഇൻഡീസിൻ്റെ മിഡിൽ ഓർഡറിലെ 6 ഹിറ്റിംഗ് കപ്പാസിറ്റി അത് അവർക്കൊരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള സ്കോറിലേക്ക് എത്താൻ സഹായിക്കുമായിരുന്നു. പവൽ 2 സിക്സും ജെയ്സൺ ഹോൾഡർ 3 സിക്സറുകളും അടിക്കുകയും ചെയ്തു. സോ അത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് 15th ഓവറിലെ ലാസ്റ്റ് ബോൾ മുതലാണ്. ജെയ്സൺ ഹോൾഡർ പാണ്ഡ്യക്ക് നേരെ ഒരു സ്ട്രെയിറ്റ് 6 അടിക്കുന്നു. ദെൻ അർഷ്ദീപിൻ്റെ ഫിഗറുകളിൽ മാറ്റം വരുന്നു. പവൽ 98 മീറ്റർ സിക്സർ അങ്ങ് അടിച്ചു കൊടുക്കുന്നു. അങ്ങനെ മനോഹരമായിട്ട് 16th ഓവറിൽ വളരെ നല്ല രൂപത്തിൽ അവരുടെ 2 ബാറ്റർമാരും കൂടി ചേർന്ന് സ്കോർ ചെയ്യാൻ തുടങ്ങി. വരുൺ ചക്രവർത്തിയുടെ ലാസ്റ്റ് ഓവർ അത് ഹോൾഡറാണ് നേരിട്ടത്. അങ്ങനെ ഒടുവിൽ വരുൺ ചക്രവർത്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ 4 ഓവറിൽ 40 എന്ന ഫിഗറിലേക്ക് അദ്ദേഹം എത്തുന്ന സ്ഥിതിവിശേഷവും അദ്ദേഹം അവിടെ ഉണ്ടായി. 1 വിക്കറ്റാണ് അദ്ദേഹം എടുത്തത്. അർഷ്ദീപ് അതിനുശേഷം 19ാമത്തെ ഓവറിൽ ബൗണ്ടറി ഒന്നും കൊടുക്കാതെ എറിഞ്ഞെങ്കിലും ബൂമ്ര എറിഞ്ഞ 18ാമത്തെയും 20ാമത്തെയും ഓവറുകളിലായിട്ട് 26 റൺസ് സ്കോർ ചെയ്യാൻ വെസ്റ്റ് ഇൻഡീസിന് പറ്റി. അങ്ങനെ ഭേദപ്പെട്ടൊരു സ്കോർ 195 റൺസിലേക്ക് അവരെത്തി. തീർച്ചയായും ഈ സ്കോറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡിഫെൻഡ് ചെയ്യണമെങ്കിൽ നല്ല ബാറ്റിംഗ് കണ്ടീഷനാണ്. ഇന്ത്യൻ ബാറ്റർമാരെ ഈ ആസ്കിങ് റേറ്റിൻ്റെ പ്രഷർ ഇട്ടിട്ട് അതിൽ അവരെ കൊണ്ട് എറർ വരുത്തിക്കണം. അതുമാത്രമാണ് വെസ്റ്റ് ഇൻഡീസിന് മുന്നിലുണ്ടായിരുന്ന വഴി. കാരണം ഇന്ത്യക്ക് വരുൺ ചക്രവർത്തി ഉള്ള പോലെയുള്ള ഒരു മിസ്റ്ററി സ്പിന്നറില്ല, അതുപോലെ എക്സ്പ്രസ് പേസ് ബൗളറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫെൻസീവ്ലി പന്തെറിയുക, എറർ വരുത്തിക്കൊണ്ട് വിക്കറ്റ് എടുക്കുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം.
അത് ഒരു അർത്ഥത്തിൽ അഭിഷേകിനെയും സഞ്ജു സാംസണെയും വെച്ചുകൊണ്ട് ഇന്ത്യ ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യത്തെ 2 ഓവറിൽ 12 റൺസ് മാത്രമാണ് അവർ വിട്ടുകൊടുത്തത് എന്നുള്ളിടത്ത് അവർ ആസ്കിംഗ് റേറ്റ് ഉയർത്താനുള്ള അവരുടെ ശ്രമം വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അഖിൽ ഹുസൈനും ഫോർഡും ചേർന്നുകൊണ്ടാണ് അവരുടെ ഓപ്പണിംഗ് ഓവറുകൾ എറിഞ്ഞത്. എന്നാൽ സഞ്ജു സാംസൺ പിന്നെ അഖിൽ ഹുസൈന് നേരെ പ്രത്യാക്രമണം അഴിച്ചുവിട്ടു. അദ്ദേഹം ഒന്ന് ലെഗ് സ്റ്റമ്പിന് പുറത്തേക്ക് ഇറങ്ങി ഇൻവൈറ്റ് ചെയ്ത് വന്ന് ആ പന്ത് 4 അടിക്കുന്നു, പിന്നെ 6 പറത്തുന്നു. അങ്ങനെ അതിമനോഹരമായിട്ട് അദ്ദേഹം കളിച്ചു. എന്നാൽ അതേ ഓവറിൽ തന്നെ ഇന്ത്യക്ക് തിരിച്ചടി കിട്ടി. അഭിഷേക് ശർമ്മ പുറത്താകുന്നു. അഭിഷേക് അടിച്ചത് 11 പന്തിൽ നിന്ന് 12 റൺസായിരുന്നു. അഖിൽ ഹുസൈൻ്റെ പന്തിൽ ഷിംറോൺ ഹെറ്റ്മയറുടെ ക്യാച്ചാണ് അഭിഷേക് ശർമ്മയെ മടക്കി വിട്ടത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് പിന്നാലെ ഇഷാൻ കിഷനെയും നഷ്ടപ്പെടുന്നു. ജെയ്സൺ ഹോൾഡറുടെ പന്തിൽ മറ്റൊരു മികച്ച ക്യാച്ചാണ് ഷിംറോൺ ഹെറ്റ്മയർ എടുത്തത്. അങ്ങനെ 2 വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമാകുമ്പോൾ സ്കോർ ബോർഡിൽ 41 റൺസാണ്. 5-ാമത്തെ ഓവർ 41-2 എന്ന നിലയിലാണ്. സൂര്യകുമാർ യാദവ് ക്രീസിലേക്ക് എത്തുന്നു. അപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ഓർഡറിൽ എന്തൊക്കെ മാറ്റം വന്നാലും സൂര്യകുമാർ യാദവ് നമ്പർ 4 ഇപ്പോൾ ഇറങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ട്രേഡ് മാർക്ക് 6 ബാക്ക്വേർഡ് സ്ക്വയർ ലെഗിലേക്കൊക്കെ അടിച്ചു. പക്ഷേ പിന്നീട് ആ ഒരു മൊമെൻറ്റം അദ്ദേഹത്തിന് കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 2 പേരും ചേർന്നുകൊണ്ട് 58 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ്, 3rd വിക്കറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയെങ്കിലും അതിൽ സഞ്ജുവിൻ്റെ കോൺട്രിബ്യൂഷൻ തന്നെയായിരുന്നു വലുത്. 16 പന്തുകളിൽ നിന്ന് 18 റൺസിൻ്റെ ഒരു സംഭാവന മാത്രമാണ് സൂര്യകുമാർ യാദവ് ചെയ്തത്. ഷമർ ജോസഫിൻ്റെ പന്തിൽ ഷെർഫൈൻ റുദർഫോർഡ് പിടിച്ച് പുറത്താവുകയായിരുന്നു. അതേസമയം സഞ്ജു സാംസൺ വളരെ മികച്ച രൂപത്തിൽ മറുഭാഗത്ത് കമ്പോസ്ഡ് ആയിട്ട് നിൽക്കുകയും വേണ്ട ഘട്ടത്തിൽ അദ്ദേഹം ബൗണ്ടറികൾ അടിക്കുകയും ചെയ്തുകൊണ്ട് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരുന്നു. പിന്നെ തിലക് വർമ്മ വരുന്നു. തിലക് വർമ്മ ബാറ്റ് ചെയ്യുമ്പോൾ ചേസ് ശരിക്കും പ്രഷർ ഉണ്ടാക്കുകയാണ്. 3 ഡോട്ട് ബോളുകൾ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഓവറിൽ എറിയുന്നു. ദെൻ എന്ന് പറഞ്ഞാൽ ഇന്നിങ്സിൻ്റെ 12th ഓവറായിരുന്നു അത്. അതിനുശേഷം കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ ശരിക്കും പറഞ്ഞാൽ ബൗണ്ടറി അടിച്ചു തുടങ്ങുന്നത് സഞ്ജു സാംസണാണ്. ആ ഒരു കുറഞ്ഞ 1-2 ഓവറുകളിൽ ബൗണ്ടറി കൊടുക്കാതെ അവർ പന്തെറിയുന്നുണ്ട്. അവിടെ നിന്ന് മാറ്റങ്ങൾ വരുത്തുന്നു. സാംസൺ ഫസ്റ്റ് 4 അടിക്കുന്നു. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ ഹാട്രിക് 4കളുമായിട്ട് തിലക് ആ ഒരു ബേർഡൻ അങ്ങ് മാറ്റുകയാണ്. എന്ന് പറഞ്ഞാൽ ആസ്കിംഗ് റേറ്റ് വർദ്ധിക്കുന്ന പ്രഷർ അവിടെ തീർക്കുന്നു തിലക് വർമ്മ. പിന്നെ കാണുന്നത് നമ്മൾ ഇന്ത്യ അതിവേഗത്തിൽ വിജയത്തിലേക്ക് കുതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. തിലകിൻ്റെ ഇന്നിങ്സ് പിന്നീട് ജെയ്സൺ ഹോൾഡറുടെ പന്തിൽ ഷിംറോൺ ഹെറ്റ്മയർ പിടിച്ചാണ് അവസാനിക്കുന്നത്. 15 പന്തുകൾ നേരിട്ട് അദ്ദേഹം 4 4ഉം ഒരു 6ഉം അടക്കം 27 റൺസാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം സത്യം പറഞ്ഞാൽ തിലക് ഈ ഒരു ചേസിലെ ഇന്ത്യയുടെ 2ാമത്തെ ടോപ്പ് സ്കോറർ എന്ന് വേണമെങ്കിൽ പറയാം. സഞ്ജുവിൻ്റെ 97 കഴിഞ്ഞാൽ പിന്നെ ഉയർന്ന സ്കോർ വന്നത് അദ്ദേഹത്തിൽ നിന്നാണ്. അപ്പോൾ 15 പന്തിൽ നിന്ന് 27 റൺസ്. അതിനുശേഷം ഹാർദിക് പാണ്ഡ്യക്കും ഈ പറഞ്ഞ പോലെ വേണ്ട വിധത്തിൽ ഉള്ള ഒരു സ്കോർ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം 14 പന്തിൽ നിന്ന് 2 4കളുടെ സഹായത്തോടെ 17 റൺസ്. മറുഭാഗത്ത് സഞ്ജു മിന്നും ഫോമിൽ കളിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് ഇത്ര ഒക്കെ ഒരു ലക്ഷറി പല ബാറ്റർമാർക്കും ലഭിച്ചത് എന്ന് പറയേണ്ടി വരും. പിന്നെ ശിവൻ ദ്യൂബെ വന്നിട്ട് 4 പന്തുകൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ 2 കിടിലൻ 4കളുണ്ടായിരുന്നു. കളി പൂർണ്ണമായിട്ടും ഇന്ത്യക്ക് അനുകൂലമായി അതോടുകൂടി തീർന്ന് കഴിയുകയും ചെയ്തിരുന്നു. അവസാന ഓവറിൽ ജയിക്കാൻ വേണ്ട 7 റൺസ് സഞ്ജു 6 അടിച്ചും പിന്നാലെ ഒരു 4 അടിച്ചും കൊണ്ട് അങ്ങ് തീർത്തിട്ട് ആ ഒരു വല്ലാത്ത സെലിബ്രേഷൻ അങ്ങ് നടത്തി നമ്മളെ ആവേശത്തിലേക്ക് കൊണ്ടുപോയ സെലിബ്രേഷൻ. കളിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ് എന്ന്. തീർച്ചയായിട്ടും സഞ്ജു സാംസൺ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഇന്നിങ്സുകളൊന്ന് കളിച്ചു. ഇന്ത്യൻ ടീമിനെ സെമി ഫൈനലിലേക്ക് കൊണ്ടുപോയി. അതാണ് ഈ കളിയിൽ സംഭവിച്ചത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.